അതിപ്പോ വിചാരിക്കുന്നുണ്ടാവില്ലേ ഈ കാലിക്കറ്റ് ഒരു ബന്ധമില്ലാത്ത പേരാണല്ലോ കോഴിക്കോട് എന്നുള്ളത്. അതിന് കാരണം എന്താ പറയുക, സിമ്പിളാണ്. ഇതാ ഇയാളാണ് അതിന് കാരണം. അപ്പോൾ പറയാം ഇത് ടർക്കി കോയി അല്ലേന്ന്. സംഭവം ശരി തന്നെയാണ്, ഇതിന്റെ പേര് ടർക്കി തന്നെയാണ്, ടർക്കി കോയി തന്നെയാണ്. എന്തുകൊണ്ടിരിക്കും ഇതിനെ ആദ്യമായിട്ട് കണ്ടത് തുർക്കിയിലാന്ന് വെച്ചിരിക്കും എല്ലാവരും. സത്യം പറഞ്ഞാൽ ഇതിന്റെ ജന്മദേശം തുർക്കിയല്ല, തുർക്കിക്കാരെ ആരോ ഇത് ഇന്ത്യയിലത്താണെന്നാണ്. ഓലീൻ എന്താ വിളിക്കുക, ഹിന്ദിന്ന്. ഞങ്ങൾക്ക് പോട്ടെ, ഫ്രഞ്ചുകാരെന്തേക്കിന് വിളിക്കാം പോൾ ദിൻഡ്, അതായത് ഇന്ത്യയിലെ ചിക്കൻ. പോർച്ചുഗീസുകാരിനെ വിളിച്ചതാണെങ്കിലോ പെറൂന്ന്, ഇത് പെറു എന്നുള്ളതാണെന്ന് വിചാരിച്ചിട്ട്. ഡച്ചുകാരെ വിളിച്ചതാണ് നമ്മൾ നോക്കേണ്ടത്, കാലിക്കോന്ന്, അതായത് കാലിക്കറ്റത്തെ കോയിന്ന്. അതിന് കാരണം എന്താ വെച്ചാല് 15-ാം നൂറ്റാണ്ടിന്റെ കാലഘട്ടത്തിലാണ് എന്ത് കൊളംബിയൻ എക്സ്ചേഞ്ച് നടക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കുറച്ച് സസ്യങ്ങളും മൃഗങ്ങളും പഴങ്ങളും പിന്നെ രോഗങ്ങൾ അടക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയപ്പോൾ അതിൽ വന്നതാണ് ഇത് ഏഷ്യയിലേക്ക്, ഇത് ഈ പറഞ്ഞിട്ടുള്ള ഈ കോയി. അപ്പൊ ഓൾറെഡി ആഫ്രിക്കൻ ഗിനി ഫോൾ എന്ന് പറഞ്ഞിട്ടുള്ള കോയി നമ്മളെ ഏഷ്യയിലും ആഫ്രിക്കൻ ഭാഗത്തായിട്ട് ഓൾറെഡി ഉണ്ട്. അപ്പൊ അതിനെ ഇതുമായിട്ട് തെറ്റിദ്ധരിച്ചിട്ട് ഇതിനെന്ത് ചെയ്ത് ചിക്കൻ ഫ്രോം കാലിക്കറ്റ്, അത് കാലിക്കോ എന്ന് വിളിക്കാൻ തുടങ്ങി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കാലിക്കറ്റ് എന്നാണ് വിചാരിച്ച്. കാരണം ആ സമയത്തുള്ള മെയിൻ എക്സ്പോർട്ടിങ് യൂറോപ്പിലേക്കൊക്കെ പോർച്ചുഗീസുകാർ വഴി കാലിക്കറ്റ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെയാണ് അതിനെ വിളിക്കാനുള്ള സാധ്യത.